നമുക്ക് നെയ്യാറ്റിൻകരയിലേക്ക് ഒന്നുകൂടി പോകാം. അവിടെ അമൽ തുടരുന്നുണ്ട്. അമൽ, എന്തായാലും ഈ കോടതി ഉത്തരവ് അതിൻ്റെ 2 ഘട്ടങ്ങൾ സ്വൈര്യമായി തന്നെ സ്വസ്ഥമായി തന്നെ പിന്നിടാൻ കഴിഞ്ഞിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ അവിടേക്ക് വന്നിരുന്നുവോ? മറ്റ് ആളുകൾ, നാട്ടുകാരും മറ്റ് സംഘടനകൾ ആരെങ്കിലും അവിടേക്ക് ഉണ്ടോ? ഇനിയുള്ള അടുത്ത ഘട്ടം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ നാട്ടിൽ നിന്ന് അറിയാൻ കഴിയുന്നത് എന്താണ്? ഇന്നലെ കോടതി ഉത്തരവുണ്ടാകുന്ന സമയത്ത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തെല്ലാം നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. നേരത്തെ പ്രജീഷ് പറഞ്ഞതുപോലെ ചേരി തിരിഞ്ഞ് 2 വിഭാഗമായി ആളുകൾ സംഘടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ഈ കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും തുടർ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് പോലീസ് തീരുമാനിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. ആ സമയം മുതൽ ഇവിടേക്കുള്ള വഴികളെല്ലാം അടച്ച് കൃത്യമായ സുരക്ഷയൊരുക്കി ഈ പ്രദേശത്ത് ഈ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളെ പോലും ഇവിടേക്ക് കടക്കാത്ത വിധത്തിൽ ഇവിടെ സുരക്ഷയൊരുക്കി എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ആകെപ്പാടെ ഈ വീട്ടിലുള്ള ആളുകൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ അറ തുറന്നുള്ള പരിശോധന നടന്നത്. 6 മണിക്ക് തുടങ്ങി ഏകദേശം 10 മണിക്ക് മുൻപ് തന്നെ ഇതെല്ലാം പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് മടങ്ങണം എന്നുള്ളതായിരുന്നു പോലീസ് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നത്. അത് അതുപോലെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ മൃതദേഹം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്താനായി കൊണ്ടുപോയതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം വീട്ടുകാർക്ക് മടക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് സ്വീകരിക്കുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞിരുന്നത് ഈ അറ തുറന്നൊരു പരിശോധന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമാധിയുടെ പവിത്രത നഷ്ടപ്പെടും, അതുകൊണ്ട് പിന്നീട് തങ്ങൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു അവർ വ്യക്തമാക്കിയിരുന്നത്. നിലവിൽ എന്തായാലും പോലീസിൻ്റെ സുരക്ഷയുണ്ടെങ്കിൽ കൂടി നമുക്ക് അവിടേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. രാവിലെ ഇവിടെ ആദ്യത്തെ ഒരു പോലീസിൻ്റെ ബന്ദോബസ്ത് ഇവിടെയായിരുന്നു. അതിനുശേഷം ഒരു 100 മീറ്റർ അപ്പുറം വീണ്ടും കെട്ടിയടച്ചു. നമ്മൾ വരുന്ന വഴിക്ക് ഏകദേശം ഒരു 3/4 കിലോമീറ്റർ അപ്പുറം വെച്ച് തന്നെ ഒരു പോലീസ് വാഹനം റോഡിന് വട്ടമിട്ട് ആളുകൾ ഇവിടേക്ക് വരുന്നത് പോലീസ് തടഞ്ഞിരുന്നു. അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്രതിഷേധങ്ങളില്ലാതെ പോലീസിന് ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ അതായിരുന്നില്ല. വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിന് കൃത്യമായി തന്നെയുള്ള ചില കാരണങ്ങളും 2ആയി ചേരിതിരിയുന്നതിനുള്ള ചില കാരണങ്ങളും ഇവർ പറയുകയും ചെയ്തതാണ്. നിലവിൽ എന്തായാലും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതിഷേധം ഇന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞിരുന്ന ഒരു പ്രശ്നമാണ്. കാരണം അവർ പറയുന്നത് പോലെ ഇതുവരെയുള്ള കാര്യങ്ങൾ ഈ അഷ്ടദ്രവ്യങ്ങളൊക്കെ തന്നെ വെച്ച് ഇരുത്തിയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അവർ പറഞ്ഞതനുസരിച്ചൊക്കെ ഏകദേശമൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്കിനി അറിയേണ്ടത് അദ്ദേഹം ജീവൻ പോയ ശേഷമാണോ അദ്ദേഹത്തെ കൊണ്ടിരുത്തിയത്, അതല്ല മറ്റു രീതി, ഇതൊക്കെ വ്യക്തത വരണം. അതിനുശേഷം ഇനി അതല്ല ഒരു സ്വാഭാവികമായ രീതിയിലുള്ള മരണമൊക്കെ ആണെങ്കിൽ ഇത് സംബന്ധിച്ച് ഇനി അവരുടെ നീക്കം എന്താണ്? ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിൻ്റെ പ്രതികരണം തേടാൻ നമ്മൾ ശ്രമിച്ചോ? അവരിപ്പോൾ അവിടെ ഉണ്ടോ? അവരുടെ മാനസികാവസ്ഥ എന്താണ്? പ്രജീഷ്, ഈ എൻ്റെ വലതുവശത്തായി കാണുന്ന ഈ വീടുണ്ട്, ആശ്രമം എന്നാണ് അവർ പറയുന്നത്. ആ അവിടം അതിന് തൊട്ടിപ്പുറയായി ഒരു ക്ഷേത്രം, അതിൻ്റെ തൊട്ടിപ്പുറ ഇടതുഭാഗത്തായിട്ട് ഒരു അറ. ആ അറയ്ക്കുള്ളിൽ ഗോപൻ എന്ന് പറയുന്ന ഒരാളെ സമാധി ഇരുത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ മക്കൾ അവകാശപ്പെടുന്നത്. ആ സമാധി എങ്ങനെ ഉണ്ടായി? ഒരു മാൻ മിസ്സിംഗ് കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ആ കേസിനൊരു തീർപ്പുണ്ടായിരിക്കുന്നു. ആൾ എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആൾ എങ്ങനെ അവിടേക്ക് എത്തിയെന്നും അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വേണ്ടത്. ഇവിടെ വന്നിരുന്നതിന് ശേഷം ഈ സമാധി പൂജയൊക്കെ നടന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. അതിനുശേഷം മരണം സംഭവിക്കുന്നതിന് മുൻപാണോ ഈ അറ അടച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അല്ല എങ്കിൽ ഒരുപക്ഷെ വീട്ടിൽ മരിച്ചതിന് ശേഷം അവിടെ കൊണ്ടിരുത്തി ഈ സംസ്കരിച്ചതായിരിക്കാം എന്നൊരു വിലയിരുത്തൽ കൂടി പോലീസിനുണ്ട്. ഇവർ കുറച്ചൊന്ന് കടത്തി പറഞ്ഞതാണ് എന്നൊരു കാര്യം കൂടി പോലീസ് ഇങ്ങനെ പറയുന്നുണ്ട്. നിലവിൽ എന്തായാലും അവരുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം തേടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. അപ്പോൾ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. സനന്ദൻ എന്ന് പറയുന്ന ഏറ്റവും മൂത്ത മകൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായി പോലീസ് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ള രാജസേനൻ എന്ന് പറയുന്ന ഇളയ മകനും ഇവിടുത്തെ പൂജാരിയായിരുന്ന ഈ പൂജാകർമ്മങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ രാജസേനനും രാജസേനൻ്റെ ഭാര്യയും അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ടിട്ടുള്ള ഗോപൻ്റെ ഭാര്യയും ഈ വീട്ടിലുണ്ട്. പക്ഷേ അവരാരും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അവർക്ക് വലിയ പിന്തുണ തൽക്കാലം ലഭ്യമല്ല. അവർ ഇന്ന് ഈ കല്ലറ പൊളിക്കുന്ന സമയത്തൊന്നും തന്നെ അവിടേക്ക് അവർ എത്തിയിട്ടുമില്ല.